ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്ക് സുഖമാണ് കേട്ടോ. ഞങ്ങൾ വീട് മാറാനുള്ള തിരക്കിലാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അലച്ചിലാണ്. അതാണിപ്പോൾ ഇന്നലെ ഒന്ന് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി. ഇതപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. അപ്പോൾ എന്താണെന്ന് പറയുക, രാവിലെ തന്നെ ഞാൻ കരുതിച്ച് സാമ്പാർ വെക്കാൻ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂടി സാമ്പാർ കണ്ടേ, മൈസൂർ പരിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ആവശ്യത്തിന് കഷ്ണവും കൂടി ഇതേപോലെ ജസ്റ്റ് ഒന്ന് 2 വിസിൽ കുക്കറിൽ, അതോടുകൂടി നമ്മുടെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് നേരമൊന്നും ഇതിൻ്റെ പുറകെ ഓടുകയും വേണ്ട. ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല രീതിയിൽ എല്ലാവരുടെയും ഉള്ളിൽ ചെല്ലുകയും ചെയ്തോളും. അപ്പം ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഞാൻ ആകപ്പാട് എടുക്കുന്നത് ചിലപ്പോൾ ഒരു കിഴങ്ങെടുക്കും, പകുതി തക്കാളി, ഒരു കഷ്ണം സവാള അല്ലെങ്കിൽ കൊച്ചുള്ളിയ, ഒരു കഷ്ണം വെള്ളരിക്കായും 2 വെണ്ടയ്ക്കായുമാണ് ഞാൻ സാധാരണ എടുക്കാറ്. അത് തന്നെ ധാരാളം. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച മാവുതി നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നമ്മൾ എത്ര കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ അരച്ച് വെക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയില്ല. നല്ല പൊങ്ങി നല്ല സോഫ്റ്റായ ഒരു തുള്ളി പുളി പോലും ഇല്ലാതെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ അരച്ച് വെക്കണം. ആ ഒരു രീതിക്ക് വെറുതെ 40 രൂപയുടെ മാവ് വാങ്ങിച്ച് വെറുതെ കളയേണ്ട വരും. അപ്പോൾ അത് കാരണം ഒരിത്തിരി അരി ഇട്ടാൽ നമുക്ക് 2 നേരത്തേക്കുള്ള ഇഡ്ഡലിക്ക് ദോശയൊക്കെ എന്തിനാണേലും ആ ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതാണ് എനിക്കും ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റ് വരും കേട്ടോ. അപ്പം ഞാൻ തട്ടിൽ എണ്ണ തേച്ചാണ് ഒഴിക്കുന്നത്. നമ്മൾ എണ്ണ തേച്ചാലും ഇങ്ങനെ കുത്തിപ്പറിച്ചെടുക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി. പകുതി ഇഡ്ഡലി കയ്യിലും പകുതി ഇഡ്ഡലി നമ്മുടെ തട്ടയിലുമായിട്ട് അങ്ങനെ ഇരിക്കും. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം തളിച്ചിട്ട് എടുക്കാൻ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഞാൻ വെള്ളം തളിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇഡ്ഡലിയുടെ ഷേപ്പിൽ തന്നെ നല്ല രീതിയിലെടുത്ത് ഡിഷിലെടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും നല്ല അന്തസ്സോടുകൂടി വിളമ്പാൻ പറ്റും. അതെന്തായാലും നന്നായി. അപ്പോൾ അതെല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ ഗ്രീൻ ടീ എടുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഗ്രൂപ്പിനകത്ത് കുറേ മെസ്സേജസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീട് മാറ്റമൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിലോട്ട് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും രാവിലെ ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഒരു സമാധാനമാണ്. എല്ലാവരും നല്ല ആക്റ്റീവ് മെമ്പേഴ്സാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്ത് നല്ല വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഇതേ നമ്മുടെ പരിപ്പും ഒക്കെ വെന്ത് കിടപ്പുണ്ട്. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിക്കുക. ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കയ്യിലുള്ള സാമ്പാർ പൊടിയും കൂടെ തട്ടിയിടാൻ, കായം ഉണ്ടെങ്കിൽ കായം കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ സാമ്പാർ പൊടിയിൽ ഇപ്പോൾ കായവും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് ആ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടി ഓഫ് ചെയ്ത് ഇതേപോലെ ആ ചൂടിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരല്പം പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മാത്രം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണവും ഇതും കൂടെ കുക്കറിലിരുന്നുള്ള വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി സെറ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ കുറുകിയ സാമ്പാർ കിട്ടും. ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കുറുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ടേസ്റ്റും അതേപോലെയാണ് കേട്ടോ. നല്ല സൂപ്പർ സാമ്പാറാണ്. നമ്മൾ സദ്യയിലേക്ക് വിളമ്പുന്ന അതേ രീതിയിലുള്ള നല്ല കൊഴുകൊഴുത്ത സാമ്പാർ ഞൊടിയിടയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ രണ്ടും നമുക്ക് പണി എളുപ്പമാകും. സാമ്പാർ ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ കാര്യവും കുശാലാണ്. അപ്പോൾ സാമ്പാർ വെക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഉച്ചക്ക് വരെ കറിയൊന്നും ഞാൻ വെക്കത്തില്ല, ജസ്റ്റ് ഒന്ന് മീൻ പൊരിക്കാവില്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ പ്ലേറ്റിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ സാമ്പാർ എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് നോക്കിക്കോട്ടോ. കാണുമ്പോൾ തന്നെ കൊതി വരും. അമ്മാതിരി സാമ്പാറാണ്. അപ്പോൾ അന്നിങ്ങനെ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തത് ഞാൻ എൻ്റെ ഷെയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് എന്താണ് ഇത്ര വ്യത്യാസം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ഫേസ് പാക്കിൻ്റെയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം ഇവരെല്ലാവരും കൂടെ എന്നിലാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ജിമ്മിന് പോകണം. അപ്പോൾ ഞാൻ കരുതി സാമ്പാറുള്ളതാണ്, ഞാൻ പറയില്ലേ, ഞാൻ മീൻ ഫ്രൈ മാത്രമേ എടുക്കത്തുള്ളൂ, എനിക്ക് പണി എളുപ്പമാണ്. അപ്പോൾ കുക്കറിൽ ചോറും വെച്ച് അങ്ങനെ സാമ്പാറും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം മീൻ പറ്റി വെച്ചത് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സാമ്പാറും പപ്പടവും മീൻ പൊരിച്ചത് മാത്രം മതി നമുക്ക് ഉച്ചക്ക് വയറ് നിറച്ച് ചോറ് തിന്നാൻ. നമുക്കല്ല, ഇവിടെ ഉള്ളവർക്ക്. എനിക്ക് ചോറ് തിന്നാൻ പറ്റില്ലല്ലേ. ചോറ് തിന്നാൻ പറ്റില്ല എന്നല്ല, കുറച്ച് തിന്നത്തുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട് വെച്ചാൽ പയറ് മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം അല്ല, നമുക്ക് എത്രത്തോളം ഇല വരുമോ അത് എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ചോറെടുത്തില്ല. എനിക്കിന്ന് ഓട്സിൻ്റെ ഉപ്പുമാവ് കഴിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഓട്സിൻ്റെ ഉപ്പുമാവും സാമ്പാറും പാലച്ചീര തോരനുമാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ട 2 നൈറ്റി ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. എനിക്ക് ഡാർക്ക് കളറിനോടാണ് ഇഷ്ടം, പക്ഷേ ആദ്യത്തെ ഒരു വൈറ്റ് കളറായിരുന്നു. അതിനുശേഷം വൈകിട്ടത്തേക്ക് ചില്ലി ചിക്കൻ അതുപോലെ ഫ്രൈഡ് റൈസും വേണമെന്ന് മോനെ ഒരുപാട് ദിവസമായിട്ട് പറയുന്നു. അപ്പം
ചിക്കൻ എടുത്ത് അതിലേക്ക് ഇത്തിരി കാശ്മീരി ചില്ലിയും സോയാ സോസും മുട്ടയും കോൺഫ്ലവറും മൈദയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പുരട്ടി നമുക്കൊരു 1/4 മണിക്കൂറോളം വെക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. ആ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ല സെറ്റായിട്ടിരിക്കും. അതിനുശേഷം ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് പെറുക്കിയിട്ട് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴേക്ക് ഇത്രയും വലിയ കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വെക്കുന്ന കാരണമാണ് ഈ ഒരു ടൈപ്പായിട്ട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇതേപോലെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രൈ ചെയ്തിടുന്ന തക്കം നോക്കി ഇവിടെ ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ട്, എന്നാലും സാരമില്ല. അപ്പോഴത്തേക്കും ഞാൻ ഒരല്പം സവാള എടുക്കുന്നുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഞാൻ 4 സവാളകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ സാധാ മുട്ടക്കറിക്കൊന്നും എടുക്കുന്ന രീതിയിലല്ല, ചില്ലി ചിക്കൻ എടുക്കുന്ന രീതി അറിയാമല്ലോ, ആ ഒരു രീതിക്ക് എടുക്കുക. ആ സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരുപാടൊന്നും വഴന്ന് പോകണ്ട. എല്ലാം വാടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒരു അല്പം സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളു വിനാഗിരി, ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ട് അല്പം വെള്ളവും കൂടെ നമ്മൾ കോൺഫ്ലവർ ഇത്തിരി എടുത്ത് വെള്ളത്തിൽ കലക്കി 1 സ്പൂൺ വെള്ളം മതിയാവും. അതും കൂടെ എടുത്ത് ചേർത്ത് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ്റെ ബാറ്ററും അതുപോലെ തന്നെ ആ ഗ്രേവിയും പാതിയോളം സെറ്റായി കഴിഞ്ഞു. മധുരം ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് വേണം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും, അതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതേ പൊരിച്ച് ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ചേർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചില്ലി ചിക്കൻ്റെ ആ പെർഫെക്ഷനിലേക്ക് കിട്ടണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. ഇതെല്ലാം ഒന്ന് സെറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും അല്പം സ്പ്രിംഗ് ഓനിയനും അതുപോലെ തന്നെ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ അതും ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു കുരുമുളകും കൂടെ ഒന്ന് ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെർഫെക്റ്റ് സ്വാദാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമല്ലേ. ആ ഒരു രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കും കേട്ടോ. ഇനി ഒരല്പം ഫ്രൈഡ് റൈസിനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും പാളിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരല്പം നാരങ്ങാനീര് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഞാൻ നമ്മുടെ അരിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കോരി ലാസ്റ്റ് ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. തിളക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയനും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഒരല്പം ഉപ്പിട്ട് അങ്ങോട്ടൊന്ന് വാടിച്ചെടുക്കാം. വാടി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നല്ലൊരു ഫ്രൈ ആയിട്ടിരിക്കും. ഞാനത് മൊത്തം കൂടെ തട്ടിയത് കാരണം ആ ഒരു രീതിക്ക് കിട്ടിയുള്ളൂ. അതല്ല നമ്മുടെ റൈസ് ഇച്ചിരി വെന്ത് പോയി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഒരല്പം മുട്ടയും ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കനിൽ നിന്ന് ഒരു ഇച്ചിരി കൂടെ എടുത്തിട്ട് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും റെഡിയാണ്. അപ്പോൾ രാത്രി കറങ്ങാൻ പോകാനുള്ളതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. മാത്രമല്ല പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പോകുന്നത് എവിടെയായിട്ടും അല്ല, എൻ്റെ പുതിയ വീട്ടിലേക്കാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം.